Hello friends, welcome to SAT, Sunday Institution Center, Madathumudi and Puthanbayagara. Please subscribe to our YouTube channel for new updated videos. And also visit sundayinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പാർട്ട് 3 ആണ്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇവിടെ നമ്മൾ അവസാനത്തെ 4 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് പറയുന്നത്. സാറേ എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ്? ഇത് അറിയാത്തവർ ഇതിന് മുന്നത്തെ വീഡിയോ കാണണം. പാർട്ട് 2ഉം പാർട്ട് 1ഉം കണ്ടതിന് ശേഷം ഇത് കാണുക. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 and 2 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, സോ നമുക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചത്. ഫസ്റ്റ് എസെൻഷ്യൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ദെൻ ലീഗൽ റിലേഷൻഷിപ്പ്, ദെൻ കൺസെൻസസ് ആഡ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഐറ്റം, പിന്നെ കോമ്പറ്റൻസി ഓഫ് പാർട്ടീസ്, ദെൻ ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ കൺസിഡറേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ പ്ലീസ് വിസിറ്റ് പാർട്ട് 2 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ഇത് നമ്മൾ ബാക്കിയുള്ള 4 ഇതിന് ശേഷം ഒരു 4 കൂടിയുണ്ട്. 4 എസെൻഷ്യൽ എലമെന്റ്സ് കൂടി വന്നാൽ മാത്രമേ ഒരു കോൺട്രാക്ട് വാലിഡ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ 4 ഏതാണെന്ന് നോക്കാം. ക്ലിയർ? ഇതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര എളുപ്പമാണ്. ഇല്ലാത്തവർക്കാണ് ഇത് കാണുമ്പോൾ അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ എന്താണെന്നുള്ളൊരു പേടി വരും. സോ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. ലോഫുൾ ഒബ്ജക്ട്സ്, ഇതാണ് 7th വൺ. ലോഫുൾ ഒബ്ജക്ട്സ്. Any agreement, if it is illegal, immoral or against the public policy, cannot become a valid contract. Illegal, നിയമപരമല്ല. ഇമ്മോറൽ, എന്താണ് നമ്മുടെ മൂല്യങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, ജനങ്ങൾക്കെതിരാണ് എന്ന് തോന്നുന്ന എന്തും നമുക്ക് എന്ത് പറയാം, വാലിഡ് കോൺട്രാക്ട് ആവില്ല എന്ന് പറയാം. ലോഫുൾ ഒബ്ജക്റ്റ് ഒരു ലക്ഷ്യം വേണം. ഇപ്പം സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്, അത് ഒരു ലക്ഷ്യമാണോ? അല്ല. അത് നിയമപരമായിട്ടൊരു സംരക്ഷണമില്ല. നിങ്ങൾ കള്ളക്കടത്ത് നടത്തിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റും? ഇല്ല. കാരണം എന്താ? അത് നിയമപരമല്ല. മനസ്സിലായോ? നമ്മളൊരാളെ പറ്റിച്ചു അല്ലേ, അത് നിയമപരമാണോ? അല്ല. നമ്മുടെ അപ്പുറത്ത് വെക്കുന്ന ആ ഒരു വലിയ ബിൽഡിങ് നമ്മൾ വേറൊരാളെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് വിറ്റു. നമ്മുടെ ബിൽഡിംഗ് അല്ല, ചിലപ്പോൾ അത് ഗവൺമെന്റിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ പുറമ്പോക്ക് സ്ഥലമായിരിക്കും. നമ്മൾ വിറ്റു എന്നിട്ട് കാശുണ്ടാക്കി അല്ലേ, അത് എന്തല്ല, നിയമപരമല്ല. ഒരു ലോഫുൾ ഒബ്ജക്റ്റ് വേണം. നമ്മുടെ വീട് എന്താണ്, പ്രോസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കൊടുത്തു, വേശ്യാലയത്തിന് വേണ്ടി കൊടുത്തു. അങ്ങനെ കൊടുക്കാമോ? കൊടുക്കാൻ പാടില്ല. അതെന്താണ്, ഇമ്മോറലാണ്. അതുകൊണ്ട് ലോഫുൾ ഒബ്ജക്റ്റ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇല്ലീഗൽ, ഇമ്മോറൽ, പിന്നെ പബ്ലിക് പോളിസി. നമ്മളൊരു ഫാക്ടറി തുടങ്ങി, ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വിഷം ആണ് പബ്ലിക്കിന് എന്താണ്, അത് എന്താണ്, ദോഷമാണ്. അപ്പോൾ അവിടെ ആ ഫാക്ടറി ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് അതെന്താണ്, നിയമപരമല്ല. കാരണം ജനങ്ങൾക്കെതിരാണ്. കിട്ടിയോ? മനസ്സിലായോ? So, according to section 10, an agreement may become a valid contract only if it is for a lawful consideration or lawful object. Lawful consideration എന്താണ് സാർ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. വാട്ട് ഈസ് ലോഫുൾ കൺസിഡറേഷൻ? അപ്പോൾ നിങ്ങൾ അത് കാണുക. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോഫുൾ ഒബ്ജക്റ്റ്, 7th പോയിന്റ്, ലോഫുൾ ഒബ്ജക്റ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 23 ലോഫുൾ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ദ ഫോളോയിങ് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ നോട്ട് ലോഫുൾ. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ലോഫുൾ അല്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. എന്താണ് സാർ ഫോർബിഡൻ ബൈ ലോ? നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, വേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിയമപരമായിട്ട് കള്ളക്കടത്ത്, സ്മഗ്ലിംഗ്, അതൊന്നും എന്തല്ല, അനുവദനീയമല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അത് ഫോർബിഡൻ ബൈ ലോ എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ MRP. ഇപ്പം നിങ്ങൾ തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ. ഇതിൽ കൂടുതൽ പൈസ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചാൽ അതെന്താണ്, അത് അങ്ങനെ വാങ്ങിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് തന്നെ, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് തന്നെ എന്താണ്, ഫോർബിഡൻ ബൈ ലോ എന്ന് പറയും. മനസ്സിലായോ? കിട്ടിയോ? അപ്പോൾ അങ്ങനെ ആവാനായിട്ട് പാടില്ല. ഓക്കെ. രണ്ടാമത്, ഇഫ് ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ. ഇഫ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ. ഇപ്പോൾ മർഡർ, നിങ്ങൾ കൊല്ലരുതെന്നല്ല, കൊല്ലരുത് എന്ന് നിയമം പറയുന്നില്ല, എങ്കിലും കൊന്നാൽ എന്താണ്, അത് നിയമത്തിനെതിരായിട്ട് വരും. ഇപ്പോൾ ഒരാളെ കൊന്ന് നിങ്ങൾ കണ്ടു, സാക്ഷി, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പറയാതിരിക്കാം. മനസ്സിലായോ? പക്ഷെ പറയാതിരിക്കാൻ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാലോ, അപ്പോൾ അത് തെറ്റായി. മനസ്സിലായോ? അതുകൊണ്ട് എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ, മറ്റേതെങ്കിലും നിയമങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ അതും എന്താണ്, അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ഞാൻ പറയാൻ, ഞാൻ കൊലപാതകം നടത്തി
അത് കണ്ട നിങ്ങളോട് പറയാണ് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ തന്നു. പോലീസുകാർക്ക് ചോദിച്ചപ്പോഴൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നീട് നിങ്ങൾ കോഴ വാങ്ങിച്ചെന്ന് മനസ്സിലായി കഴിഞ്ഞാലോ നിങ്ങൾ കുറ്റവാളിയാവും. കാരണം എന്താണ്, കോഴ വാങ്ങിക്കുന്ന തെറ്റ്, പല നിയമത്തിനും നിങ്ങളെതിരെ തെറ്റ് ചെയ്തു അല്ലേ, ശരിയല്ലേ? ഓക്കെ. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡ്ലൻറ്റ്, ഇത് വെരി സിമ്പിളാണ്, ചീറ്റിംഗ്. ഇപ്പം നിങ്ങളുടെ അല്ലാത്തൊരു സ്ഥലം നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു. ഇപ്പം നിങ്ങളുടെ വീടല്ലാതെ വേറെ ആരുടെ വീടാണ്, എന്നിട്ട് നിങ്ങളത് മറിച്ച് വിറ്റു, അങ്ങനെ പറ്റിച്ചു. അല്ലെങ്കിൽ ചില സമയത്ത് വെബ്സൈറ്റുകളിലൊക്കെ കാണും 40% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിപ്പൊളി സാധനം നമുക്ക് വിൽക്കും. അതൊക്കെ പറ്റിക്കലാണ്, ഫ്രോഡാണ്. അങ്ങനെ ഫ്രോഡ് ആയതും എന്താണ്, നിയമപരമായിട്ടുള്ള ഒരു ലക്ഷ്യം അതിനില്ല. അടുത്തത് ഇഫ് ഇറ്റ് ഡാമേജ് സംബഡീസ് പേഴ്സണൽ പ്രോപ്പർട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോപ്പിറൈറ്റ്. ഇപ്പോൾ ഈ വീഡിയോസ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്തു, അത് പിടിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ തരാൻ പറഞ്ഞാൽ നിങ്ങൾ തരേണ്ടി വരും. കാരണം എന്താ, കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം റൈറ്റാണ്, അത് നമുക്ക് എടുക്കാൻ പാടില്ല. അതുപോലെ ഒരാളെ പിടിച്ച് 2 ഇടി ഇടിക്കുക, പഞ്ഞിക്കിടുക, 2 ഇടി ഇടിക്കുക, തല്ല, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? കിട്ടിയോ? അല്ലെങ്കിൽ ഒരാളുടെ പ്രോപ്പർട്ടി വീട്ടിൽ കയറി തല്ല, ഇടിച്ചിടുക, അല്ലെങ്കിൽ എന്താണ് അതൊക്കെ തല്ലി പൊളിച്ച് കളയുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ടുള്ള ഒബ്ജക്ഷനെതിരെയാണ്. ഓക്കെ. Then, if it is the opinion of court immoral or against the public policy, ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇമ്മോറൽ, നിങ്ങൾ മോറൽ ആയിരിക്കണം എപ്പോഴും. മോറൽ, നിങ്ങൾ മൂല്യത്തെ പിടിക്കുന്നവരായിരിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ വീട് പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല. കള്ളക്കടത്ത്, കുട്ടികളെ കടത്തുക, കുട്ടികളെ കൊണ്ട് ചൈൽഡ് ലേബർ ചെയ്യിക്കുക, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പബ്ലിക് പോളിസി, ജനങ്ങളുടെ പൊതുവായ ആരോഗ്യത്തിന് ബാധിക്കുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിലും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അത്തരം കോൺട്രാക്റ്റുകളൊക്കെ അത് ഏർപ്പെടുമ്പോൾ തന്നെ ഇൻവാലിഡ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അതും എന്താണ് ഇതിൻ്റെ കാറ്റഗറിയിലായിട്ട് നമുക്ക് പെടുത്താം. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ എന്താണ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായി തന്നെ അതെന്താണ് നിയമത്തിന്റെ കണ്ണിൽ തന്നെ. അപ്പോൾ നമ്മൾ കള്ളക്കടത്ത് പറഞ്ഞില്ലേ എക്സാമ്പിളായിട്ട്. ഇഫ് ഇറ്റ് ഇസ് അഗൈൻസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി അതർ ലോ, ഇപ്പോൾ നമ്മൾ മർഡറിന്റെ കേസ് പറഞ്ഞു. ഓക്കെ. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡ്ലൻറ്റ്, ചീറ്റിംഗ്, നമ്മൾ വെബ്സൈറ്റ് ചീറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഇഫ് ഇറ്റ് ഡാമേജ് സംബഡീസ് പേഴ്സണൽ പ്രോപ്പർട്ടി, നമ്മൾ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് കോർട്ട് ഇമ്മോറൽ അഗൈൻസ്റ്റ് പബ്ലിക് പോളിസി, നമ്മുടെ പബ്ലിക്കിന് എതിരായിട്ട്. സോ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ ദസ് എനി എഗ്രിമെന്റ്, ഏത് എഗ്രിമെന്റ് ആണോ ഇഫ് ഇറ്റ് ഈസ് ഇല്ലീഗൽ, നിയമപരമല്ലാത്തത്, ഇമ്മോറൽ, മൂല്യത്തിനെതിരായിട്ടുള്ളത്, ഓർ അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി കാനോട്ട് ബിക്കം എ വാലിഡ് കോൺട്രാക്ട്. ഈ മോറൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകിച്ച് ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പല സ്ഥലത്തും മോറലായത്, ചില സ്ഥലത്ത് ഇമ്മോറലായിരിക്കും, ചില സ്ഥലത്ത് ഇമ്മോറലായത്, ചില സ്ഥലത്ത് മോറലായിരിക്കും. അത് ആ രാജ്യത്തെയും ആ സാഹചര്യത്തെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എന്നാലും നമ്മുടെ കോർട്ട് പറയുകയാണ് അത് ഇമ്മോറൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. സോ ദിസ് ഈസ് ദ 7th പോയിന്റ്, ലോഫുൾ ഒബ്ജക്ട്സ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് 8ാമത്തെ പോയിന്റിലേക്ക് പോകാമല്ലോ. ഓക്കെ. 8th പോയിന്റ് ഇസ് എഗ്രിമെന്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. കാണുമ്പോൾ തന്നെ എക്സ്പ്രസ്ലി എന്താണ്, കാണുമ്പോൾ തന്നെ അത് വോയിഡ് ആവരുത്, എന്നാൽ വോയിഡ് ആവുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകും. മനസ്സിലായോ? Okay, an agreement to become a contract should not be an agreement which has been expressly declared void by any law in the country, as it would not be enforceable at law. നോക്കും, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൈനറുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി. എന്താ അത്, നിങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കി ഒക്കെ ശരിയാണ്, ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ അതെന്താണ്, വാലിഡ് അല്ല, വോയിഡാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുമ്പോൾ തന്നെ വോയിഡാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അതാണ് നമ്മൾ 8ാമത്തെ പോയിന്റിൽ പറയുന്നത്. Under different sections of the Contract Act 1872, the following agreements have been said to be expressly void. അത് നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസിലൂടെയാണ് അത് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെക്ഷൻ 11. സെക്ഷൻ 11 പറയുന്നത് എഗ്രിമെന്റ്സ് മെയ്ഡ് വിത്ത് ദ പാർട്ടീസ് ഹാവിംഗ് നോ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി. സാർ നേരത്തെ പറയുന്നത് മൈനർ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, കുഞ്ഞു കുട്ടികൾ, മാനസികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ജയിലിൽ കിടക്കുന്നത്, ഇവരുമായിട്ട് നിങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതെന്താണ്, വോയിഡാണ്. ഓക്കെ. സെക്കൻഡ് വൺ, എഗ്രിമെന്റ്സ് മെയ്ഡ് അണ്ടർ എ മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. സെക്ഷൻ 20. ഓക്കെ, എന്താണ് മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു CD വാങ്ങിച്ചു, ഒരു സിനിമയുടെ CD വാങ്ങിച്ചു. പക്ഷെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ വേറെ സിനിമയാണ്. അപ്പോൾ കടക്കാരൻ കുറ്റം പറയാൻ മാറിപ്പോയതായിരിക്കും. നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്ത് എനിക്ക് ഈ CD വേണ്ട എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ച് കാശ് തരണം. കാരണം നമ്മൾ 2 പേർക്ക് മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ മിസ്റ്റേക്ക് പറ്റുമ്പോൾ തന്നെ പിന്നെ അയാൾ ഇല്ല എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മിസ്റ്റേക്ക് പറ്റി, സീല് പൊട്ടിച്ചിട്ടുണ്ടായില്ല, പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വേറെ സീഡിയാണ്. രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ട്. നേരെ മറിച്ച് അത് ശരിക്കും ഒറിജിനൽ പടമായിരുന്നു, നിങ്ങൾ കൊണ്ടുപോയി പൊട്ടിച്ചു, നിങ്ങളുടെ കൈ കൊണ്ട് അത് ഒടിഞ്ഞു പോയി, എന്നിട്ട് നിങ്ങൾ തിരിച്ചുകൊണ്ട് അയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നീട് അത് വാങ്ങിക്കേണ്ട കാര്യം നമുക്കില്ല. സിമ്പിൾ എക്സാമ്പിൾ പറയാം സാർ. ഇതുപോലെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മ്യൂച്വൽ മിസ്റ്റേക്ക് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വോയിഡാണ്, ആ കോൺട്രാക്ട് ഇല്ല ഇനി. പിന്നെ തേർഡ് വൺ, എഗ്രിമെന്റ് വിത്ത് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട്സ്. അൺലോഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? നിയമപരമല്ലാത്ത ഒരു പ്രതിഫലവും ഒരു ലക്ഷ്യവും. ഇപ്പം മയക്കുമരുന്ന് കടത്തുന്നു, നിയമപരമായിട്ട് ലക്ഷ്യമാണോ? അല്ല. അതിന് കിട്ടുന്ന പ്രതിഫലം നിയമപരമാണോ? അല്ല. ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു 10 ലക്ഷം രൂപ മയക്കുമരുന്ന് കടത്തി, പക്ഷേ അവർ തന്നില്ല, 2 ലക്ഷം രൂപ തന്നോളൂ, നിങ്ങൾക്ക് കേസിന് പോകാൻ പറ്റില്ല, കാരണം അത് നിയമപരമല്ല. എഗ്രിമെന്റ് ഹൂസ് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് അൺലോഫുൾ ഇൻ പാർട്ട് സെക്ഷൻ 24. ഇപ്പോൾ നോക്കിയേ, വിത്ത് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റീവ്, നിങ്ങൾക്ക് എഗ്രിമെന്റിന്റെ ഒപ്പം എന്തുണ്ട്? ഒരു നിയമപരമല്ലാത്ത പ്രതിഫലവും ലക്ഷ്യവും. ഓക്കെ, എഗ്രിമെന്റ് ഹൂസ് കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് അൺലോഫുൾ. ഇനി തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങളുടെ എന്താണ് ഒരു എഗ്രിമെന്റിന്റെ കൺസിഡറേഷൻ അതെന്താണ്? നിയമപരവുമല്ല, അതിന്റെ ലക്ഷ്യവും നിയമപരവുമല്ല. അങ്ങനെ വന്നാൽ മനസ്സിലായോ? ഈ നിയമപരമല്ലാത്ത ഒരു ലക്ഷ്യവും ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനഃപൂർവ്വം നിയമപരമല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് നിങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം അത് നിയമപരമല്ല എന്ന്. അതെ, ഓക്കെ, അതാണ് സെക്ഷൻ 23. എന്നാൽ സെക്ഷൻ 24 പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് നിയമപരമാണോ അതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ. ഓക്കെ, പക്ഷേ അത് കോടതിയുടെ മുന്നിൽ വരുമ്പോൾ കോടതി പറയും അതെന്താണ്? അതിൻ്റെ ലക്ഷ്യം നിയമപരമല്ല. മനസ്സിലാവും? രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, എഗ്രിമെന്റ് ഇസ് ഹാവിംഗ് നോ കൺസിഡറേഷൻ. ഒരു പ്രതിഫലം ഇല്ലാതെ, ഒരു കൺസിഡറേഷൻ ഇല്ലാതെ എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ അതും വോയിഡാണ്, അതൊരു കോൺട്രാക്റ്റ് അല്ല. സെക്ഷൻ 25 പറയുന്നത്. ഇത് വെരി സിമ്പിൾ അല്ലേ? നമ്മൾ ഇനി അൺലോഫുൾ ലോഫുൾ എന്നൊക്കെ അറിയില്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ 7th പോയിന്റ് നമ്മൾ അൺലോഫുൾ ഒക്കെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് 6ാമത്തെ കേസ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് സെക്ഷൻ 26. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന ആള് ബിനോട് പറയാണ് 1 ലക്ഷം രൂപ തരാം, നീ 1 ലക്ഷം രൂപ തരാം, ഒരു കാരണവശാലും സിയെ മാരേജ് ചെയ്യരുത്, സി എന്ത് ചെയ്യരുത്? കല്യാണം കഴിക്കരുത്. ബി ഓക്കെ ശരി, ഞാൻ 1 ലക്ഷം രൂപ തന്നോളൂ, ഞാൻ കഴിക്കില്ല കേട്ടാ എന്ന് പറഞ്ഞ് എയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് പിറ്റേ മാസം സിയെ വിവാഹം കഴിച്ചു. അപ്പോൾ എ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും? പറ്റൂല. കാരണം ഒരാളോട് ആരെ കല്യാണം കഴിക്കേണ്ട, ആരെ കല്യാണം കഴിക്കണം എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. അത് നമ്മുടെ കോടതി നൽകുന്ന ഫ്രീഡമാണ്. മനസ്സിലായോ? സോ റിസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തടയുക. ഒരാളോട് കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും, നമുക്ക് കോടതി കേസ് കൊടുക്കാൻ പറ്റില്ല. അയാൾ പൈസ വാങ്ങിച്ചു കൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സെക്ഷൻ 26. സിമിലർലി വരുന്ന എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞ ഒരാളുടെ നീ കച്ചവടം ചെയ്യരുത്, ബിസിനസ് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സെക്ഷൻ 27. അടുത്ത എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ കേസ് കൊടുത്തു, ആ കേസ് നിർത്തണം, ആ കേസ് കോടതിയിൽ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ആ കേസ് പിൻവലിക്കണം എന്നൊന്നും പറഞ്ഞ് നമുക്ക് കോൺട്രാക്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? കിട്ടിയോ? അപ്പോൾ നിയമപരമായിട്ട് ഒരാൾക്ക് കേസ് കൊടുക്കുവാനും കൊടുക്കാതിരിക്കാനും പിൻവലിക്കാനുള്ള അവകാശം അതായത് അയാളുടെ സ്വന്തം വ്യക്തിപരമാണ്. അതിൽ കയറി ഇടപെടാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാനോ പറ്റില്ല. കിട്ടിയോ? സെക്ഷൻ 28. ദെൻ പിന്നെ വരുന്ന എഗ്രിമെന്റ്സ് ഇൻ ദ മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൻ. സെക്ഷൻ 29 പറയാം. അൺസർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ എൻ്റെ വീട് നിങ്ങൾ വാങ്ങിക്കുക വാടകയ്ക്ക്, കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറയും. ഓൺലി സം മണി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരി. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പിറ്റേ മാസം 100 രൂപ തന്നു, കുറച്ച് പൈസയിൽ വരാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 100 ഞാൻ ഉദ്ദേശിച്ചൊരു 10,000 മാസം ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ തരാൻ 10,000 ഇല്ല, ഞാൻ കേസ് കൊടുക്കാൻ പറ്റും എനിക്ക്. കാരണം എന്താണ് കേസ് കൊടുക്കാൻ? നിങ്ങൾ പൈസ തന്നില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞത് കുറച്ച് പൈസയാണ്. നിങ്ങൾ വിചാരിച്ചെന്താ 100 രൂപ ആയാലും കുറച്ച് പൈസയാണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? അൺസർട്ടൻ. ഞാൻ കൃത്യമായി പറഞ്ഞില്ല എത്ര രൂപ വേണമെന്ന്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജർ. ബെറ്റ് വെക്കൂലേ നമ്മൾ, പന്തയം വെക്കൂലേ, അങ്ങനെ വെച്ച് ചെയ്യാൻ പാടില്ല. അത് പന്തയൊന്നും നമ്മൾ അംഗീകരിക്കുന്നതല്ല. സെക്ഷൻ 30 പ്രകാരം അത് എന്താണ്? വോയിഡാണ്. ദെൻ എഗ്രിമെന്റ്സ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. ഇമ്പോസിബിൾ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. മഴ പെയ്യിക്കാം,
എന്ന് പറഞ്ഞിട്ട് എന്താണ് പൈസ വാങ്ങിക്കുക. അതൊക്കെ എങ്ങനെയാണ് ഇമ്പോസിബിൾ അല്ലേ, ഒരാൾക്ക് ഒറ്റയ്ക്ക് മഴ പെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, നിധി കണ്ടെത്തി തരാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആ എഗ്രിമെൻ്റ് ഒന്നും വോയിഡല്ല, വാലിഡ് അല്ല, അതൊക്കെ വൈഡാണ്. സെക്ഷൻ 56 അത് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റാണ് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഗ്രിമെന്റ് ടു ഫോം വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി സെർട്ടൻ, പോസിബിൾ, നടക്കാവുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ പറയേണ്ടത്. സെർട്ടൻ ആയിരിക്കും, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഡേറ്റ്, ടൈം, മണി ഒക്കെ കൃത്യമായിട്ട് പറയണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി അൺസെർട്ടൻ, കൃത്യമല്ലാതെ ആവരുത്. വാഗ് ഓർ ഇമ്പോസിബിൾ, നടക്കാൻ പറ്റാത്തൊരു കാര്യമാവരുത്. എഗ്രിമെന്റ് ടു ഡു സംതിങ് ഇമ്പോസിബിൾ ഇസ് വോയിഡ് അണ്ടർ സെക്ഷൻ 56. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് സെക്ഷൻ 56 പ്രകാരം വോയിഡാണ്. ഓക്കെ. ദെൻ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണത്? ദ എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. എഗ്രിമെന്റ് നമുക്ക് വേണമെങ്കിൽ എഴുതി തയ്യാറാക്കാം, അല്ലെങ്കിൽ വായ കൊണ്ട് പറയാം. ഓക്കെ. വെൻ ദ എഗ്രിമെന്റ് ഈസ് ഇൻ റൈറ്റിംഗ്, എഗ്രിമെന്റ് നമ്മൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിലോ, ഇറ്റ് മസ്റ്റ് ബി കംപ്ലൈ വിത്ത് ഓൾ ലീഗൽ ഫോർമാലിറ്റീസ് ആസ് ടു അറ്റസ്റ്റേഷൻ, രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകണം, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. വെറുതെ ചുമ്മാ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് അങ്ങനെ പറ്റില്ല. മനസ്സിലായോ? ഇഫ് ദ എഗ്രിമെന്റ് ഡസ് നോട്ട് കംപ്ലൈ വിത്ത് നെസസറി ലീഗൽ ഫോർമാലിറ്റീസ് ഇറ്റ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. അങ്ങനെ നമ്മളൊരു ലീഗൽ ഫോർമാലിറ്റീസ് അല്ലാതെയാണ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ദർ ആർ 10 എസെൻഷ്യൽ എലമെന്റ്സ്. നമ്മൾ 10 പഠിച്ചു. അതിനകത്ത് 6 നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 4 പഠിച്ചു. ഈ 10 കൂടെ നമുക്ക് എസ് ചോദിക്കാവുന്നതാണ്. എസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമാണ് വാട്ട് ഈസ് കോൺട്രാക്ട്, അതിൻ്റെ ഡെഫിനിഷൻ, വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്. ഫസ്റ്റ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു ഓഫർ ഉണ്ടാവണം, അക്സെപ്റ്റൻസ് ഉണ്ടാവണം, ലീഗൽ റിലേഷൻഷിപ്പ്, കോൺസെൻസസ് ആഡ് ഐറ്റം, competency of parties, free consent, lawful consideration, lawful object, not declared to be void, certainty and possibility of performance, legal formalities. ഓക്കെ, 10 കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ദീസ് വീഡിയോസ്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ്. പിന്നീട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെല്ലാം ബിസിനസ് ലോസും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ അക്കൗണ്ടൻസിയും എല്ലാ സബ്ജക്റ്റും പുറകെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ വ്യൂസ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിരിക്കും. താങ്ക് യു.